ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിന്ന് കണിച്ചുളങ്ങര അമ്പലത്തിൽ നിന്ന് പറ വരുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ പറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി പറ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനും മോനും കൂടെ പോകുന്നത് വളവനാട്ടേക്കാണ്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അവിടെ നമുക്കൊരു ചടങ്ങുണ്ട് കേട്ടോ, നൂലുകെട്ടെന്ന് പറയും. നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് അത് 28 ദിവസം കഴിയുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി ഇപ്പോൾ ഈ 56 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വല്യമ്മയുടെ വീടാണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങളവിടെ അയൽവക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എൻ്റെ വീട്ടിലും പോകണം. അപ്പോൾ ഇതാണ് നമ്മളവിടെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നതാണ്. അവിടെ വന്നിട്ട് നമുക്ക് ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല. തലവേദന കാരണം ഞാൻ ഒന്നും ഫോൺ എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മോനാണ് ആ ഹെഡ്ഫോണിൻ്റെ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഷോർട്സും ഒക്കെ മോൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോൺ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയായിരുന്നു. തലവേദന എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തലവേദന എനിക്ക് വന്നിട്ടില്ല. അത്രയ്ക്കും നല്ല തലവേദനയായിരുന്നു. കണ്ണിന് വരെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരോരോരുത്തരും പോസ്റ്റ് കണ്ടിട്ട് എന്നോട് കമൻ്റ് ഇട്ടത് പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട് തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് അപ്പം നാത്തൂനും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് അപ്പോൾ ഈ ഉച്ച സമയത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാനും പറ്റുന്നില്ല. കാര്യം നമ്മൾ കോട്ട് എടുത്തിട്ടില്ലായിരുന്നു, വണ്ടിക്ക് 2 വീലറല്ലേ പോയത്. അങ്ങനെ മഴ തോരുന്നത് വരെ നമ്മളവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് കേട്ടോ. വീട്ടിൽ ഇരുന്ന് കുറേ സമയം അങ്ങനെ ഇരുന്ന് ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് മഴ തോർന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മഴ തോർന്ന സമയം നോക്കിയിട്ടാണ് പിന്നെ അത് പോകാൻ ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പോൾ അമ്മയുടെ റോസ് ചെടികളെല്ലാം മഴ വീണെല്ലാം ഒന്ന് തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ, മഴവെള്ളം കൊണ്ടിട്ട്. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത കാരണം അതൊക്കെ ഒരു വല്ലാതെ നിൽക്കുന്നു. പിന്നെ ഒരുപാട് ഇലച്ചെടികളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോഴും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മണ്ണാണ് കേട്ടോ, പൂഴിയൊന്നുമല്ല. നമുക്കിവിടെ നാട്ടുമ്പുറമല്ലേ, നല്ല മണ്ണ്, വെള്ള മണ്ണ് തന്നെയാണ് ഇവിടെ. എന്തെങ്കിലുമൊക്കെ കുഴിച്ച് വയ്ക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഈ മണ്ണ് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് തിരിച്ചു പോകാൻ പിന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നാത്തൂനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചേട്ടായിയുടെ സഹോദരിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിയുടെ സഹോദരിയും മോനുമാണ്. അപ്പോൾ അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ മോൻ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ സമയം എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് വാങ്ങി ചായയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ ഇത് മരത്തിൽ നിന്ന് നമ്മൾ ക്രിസ്മസിന് ഒരു ലൈറ്റ് ഇട്ടില്ലേ, ക്രിസ്മസിന് ഇട്ടിരുന്ന ലൈറ്റ് അഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മഴയുള്ള സമയത്ത് ഇങ്ങനെ ലൈറ്റ് പുറത്തിടണ്ട, അപ്പോൾ നമുക്ക് ഉത്സവം ആയി വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അഴിച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ മോന ചാമ്പമരത്തെ കയറിയിട്ട് അഴിച്ചു കൊടുത്തിട്ട് ചേട്ടായി അതെല്ലാം ഒന്ന് എല്ലാം കയ്യിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ എന്ന് വെച്ചെന്നാൽ എനിക്ക് സുഖമില്ലാതെ വരുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അത് കാരണം ഇത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു വിധം ഫോൺ നോക്കാമെന്നൊക്കെ ആയപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിലെന്ന് വെച്ചെന്നാൽ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുക്കിങ്ങൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തേക്ക് നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെ അവർ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവർ അമ്മയും മോനും കൂടെ പോകാനൊക്കെ റെഡി. ഇവരുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ, എവിടെയാണ് താമസം. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് കയറിയത്. അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു, ബൈ.